പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ മനസ്സിലാക്കിയത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 26 വരെ. 26-ാമത്തെ വാക്യം എങ്ങനെയാണ്? സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. അത് 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഈ സ്തോത്രഗീതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സങ്കീർത്തനം പാടിയതിന് ശേഷമാണ് കർത്താവ് ഒലിവ് മലയിലേക്ക് പോവുകയാണ്. ഈ ഒലിവ് മല യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് ഒലിവ് മല. അപ്പോൾ ഒലിവ് മലയിലേക്ക് അവർ പോവുകയാണ്. 27-ാമത്തെ വാക്യം, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോവും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. അവൻ തറപ്പിച്ച് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. 27-ാമത്തെ വാക്യം, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രലോഭനം ഉണ്ടാവും. അതാ പറയുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ വിട്ടുപിരിയാനുള്ള പ്രലോഭനങ്ങൾ വരും. ഇത് അപ്പോസ്തലന്മാരോട് മാത്രം പറഞ്ഞതല്ല, മറിച്ച് ഈ എല്ലാ കാലത്തുമുള്ള വിശ്വാസികളോട് പറയുന്നതാണ്. എന്താണ്? യേശുവിനെ വിട്ടുപോകാനുള്ള പ്രലോഭനം വരും. എനിക്ക് ഈ ദിവസങ്ങളിലൊക്കെ കൂടുതലും വന്ന സന്ദേശങ്ങളിൽ കൂടുതലും ഈ ദിവസങ്ങളിൽ വന്നത് വിശ്വാസ പ്രതിസന്ധിയെക്കുറിച്ചാണ്. അതായത് വലിയ വിശ്വാസം ഉണ്ടായിരുന്ന മനുഷ്യർ, ഒരുപക്ഷെ മനുഷ്യരെയൊക്കെ വിശ്വാസത്തിൽ നയിച്ചുകൊണ്ടിരുന്നവർ, അതുപോലെ പല ഗ്രൂപ്പുകളിലെയും ലീഡേഴ്സായിരുന്ന ആളുകൾ, ഇപ്പോൾ ദൈവമുണ്ടോ, യേശുവിലൂടെയുള്ള രക്ഷ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത, എൻ്റെ ആത്മരക്ഷ തന്നെ അപകടത്തിലായി പോവും, എന്നെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മനസ്സിലാക്കേണ്ടത് ഇതാണ്, വിശ്വാസ പ്രതിസന്ധി നേരിടുന്ന ഒരാളെയും ഉപദേശം കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഫെയ്ത്ത് ക്രൈസിസിലുള്ള ഒരാളെയും നമുക്ക് അഡ്വൈസ് ചെയ്ത് രക്ഷിക്കാൻ പറ്റില്ല. അതിന് വിശ്വാസം തന്നെ ദൈവം കൊടുക്കണം. ആ ക്രൈസിസിൽ നമുക്ക് വെളിയിൽ നിന്ന് ഇപ്പം നമ്മൾ 1000 ന്യായങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ പറഞ്ഞാലും വിശ്വസിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അവിടെയാണ് ശരിക്കും വിശ്വാസം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്ന് തിരിച്ചറിയുന്നത് അവിടെയാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളെ കാണുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഏതെല്ലാം ന്യായങ്ങൾ വിശ്വസിക്കാനായിട്ട് പറഞ്ഞാലും അവർക്കത് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു മറുവാദം മനസ്സ് കണ്ടെത്തും. എന്നാൽ വിശ്വസിക്കുന്നവന് ന്യായങ്ങളുടെ ആവശ്യമില്ല. ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ യേശു രക്ഷകനാണ് എന്ന് തെളിയിക്കൂ എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. അല്ലാതെ തന്നെ അത് വിശ്വാസമായിട്ട് അകത്ത് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 10,000 എതിർവാദങ്ങളുമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ രക്തസാക്ഷി നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും ആ ആർഗ്യുമെൻ്റ് എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും നിങ്ങൾക്ക് വിശ്വാസമല്ല. അതായത് ഒരു ആർഗ്യുമെൻറ്റിനും, ഇപ്പോൾ ആരെങ്കിലും പറയുന്ന ഒരു വാദഗതിക്കും
യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് സംശയിക്കാൻ പ്രേരിപ്പിക്കില്ല. അങ്ങനെ അകത്ത് വിശ്വാസം കിട്ടണം. അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈശോ അപ്പസ്തോലന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ഇപ്പം നമ്മൾ കാണുന്നത് ആർക്കാണ്? യൂദാസിന് ഇടർച്ചയുണ്ടായി, പത്രോസിന് ഇടർച്ചയുണ്ടായി, അത്രേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഓടിപ്പോയി. പക്ഷേ ഈ യൂദാസും പത്രോസും പ്രതിനിധാനം ചെയ്യുന്നത് ലോകത്താകമാനമുള്ള ക്രിസ്തീയ വിശ്വാസികളെയാണ്. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലത്ത് വിശ്വാസ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ നമ്മളതിന് ഒരുങ്ങിക്കോണം. ഫെയ്ത്ത് ക്രൈസിസ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. യഥാർത്ഥ വിശ്വാസികൾക്കെല്ലാം ഉണ്ടാവും. അപ്പം നമ്മളത് തയ്യാറായിരിക്കണം. കർത്താവ് പറയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിൻ്റെ പാഠപുസ്തകമാണ് ഇനി വരാൻ പോകുന്ന വചനങ്ങൾ. ഇനി താഴോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് യേശുവിൻ്റെ ഗെത്സമനിയിലെ പ്രാർത്ഥനയെല്ലാം, അതെല്ലാം തന്നെ നമ്മൾ ഈ വിശ്വാസ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം, വിശ്വാസത്തിന് ക്രൈസിസ് വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വെളിച്ചം താഴോട്ട് വരുമ്പോൾ കിട്ടും. ഏതായാലും ആദ്യത്തെ ഈ കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. ഇപ്പം നമുക്ക് കുഴപ്പമില്ലായിരിക്കും. പ്രത്യേകിച്ച് ഫെയ്ത്ത് ക്രൈസിസ് ഉള്ള ഒരാൾക്ക് ഇയാൾക്ക് എന്താ വിശ്വസിച്ചാലെന്ന് നമുക്ക് തോന്നും. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് ഉള്ളിൽ നിന്ന് വിശ്വാസം വരുന്നില്ല. ഒരു കാലത്ത് വളരെ അന്ധമായിട്ട് യേശുവിനെ വിശ്വസിച്ചിരുന്ന ആളാണ്, ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാളെ നമുക്ക് ഒരു ഉപദേശം കൊണ്ട് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള സന്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഇമെയിലുകൾ അങ്ങനെയുള്ളത് ഒരുപാട് വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കുറേ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? ആർഗ്യുമെൻറ്റ്സ് എല്ലാം യൂട്യൂബിൽ കിടപ്പില്ലേ? എത്രയോ പേരുടെ വാദഗതികൾ, യേശു സത്യമാണെന്ന്, യേശു രക്ഷകനാണെന്ന്. അതൊന്നുമല്ല, അതൊന്നും സഹായിക്കില്ല. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇടർച്ചയുണ്ടാകും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോവും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു? സക്കറിയ പ്രവചനം 13-ാം അധ്യായം 7 മുതൽ വായിച്ച്. 7 മുതൽ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരം ഉയർത്തും. അതാണത്. അതായത് ഇടയനെ അടിക്കുക എന്നല്ല, വെട്ടുക അല്ലേ? ഇടയനെ ശരിക്കും വെട്ടി, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. അപ്പോൾ ഞാൻ ഇടയനെ അടിക്കും, അപ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് 28-ാമത്തെ വാക്യം, ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഉടനെ കർത്താവ് പ്രത്യാശയുടെ വെളിച്ചം തരുന്ന വാക്കുകൾ പറയുകയാണ്. ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം, അപ്പം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലയിലേക്ക് പോകും. അതിന് ഗലീലയിലേക്ക് പോകുന്നത്, ഇത് ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ സ്ത്രീകളോട് പറയുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾ എന്നെ എവിടെ വെച്ച് കണ്ടുമുട്ടും? ഗലീലയിൽ വെച്ച്. ഉത്ഥാനം ചെയ്ത കർത്താവ് ഗലീലയിലേക്കാണ് പോകുന്നത്, ജെറുസലേമിലേക്കല്ല. ഉത്ഥിതനായ കർത്താവ് ഗലീലയിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് നിങ്ങൾ എന്നെ കണ്ടുമുട്ടും. എന്തുകൊണ്ടായിരിക്കും അത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഗലീലയിലാണ് എല്ലാം ആരംഭിച്ചത്. അപ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയാവണമെങ്കിൽ ഗലീലയിലെല്ലാം അവസാനിക്കണം. ഗലീലയിൽ ആരംഭിച്ച് ജെറുസലേമിൽ പൂർത്തിയായി, ഇനി ഗലീലയിൽ അവസാനിക്കണമെല്ലാം. അപ്പോൾ അതാണ് ഒരു കാര്യം. ഗലീലയിൽ ഞാൻ പോകും, അവിടെ വച്ച് നിങ്ങൾ എന്നെ കാണും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള ലൊക്കേഷൻ ഏതാണ്? ഗലീലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗലീലി ലോകത്തിൻ്റെ ക്രോസ് റോഡാണ്. അതായത് ആഫ്രിക്കയിൽ നിന്ന് അറേബ്യയിലേക്കും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും വരുന്ന റോഡുകൾ സംഗമിച്ചിരുന്നത് ഈ പ്രദേശത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഒരു നാൽക്കവലയാണ് ഗലീലി. അതുകൊണ്ട് തന്നെ ഗലീലിയിൽ നിന്നാണ് ഇതെല്ലാ ഇടങ്ങളിലേക്കും പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആ ഉത്ഥാനത്തിന് ശേഷം ഞാൻ ഗലീലയിലേക്ക് പോകും. പിന്നീട് പല കാരണങ്ങളുണ്ടാവാം. ഏതായാലും ഈശോയ്ക്ക് ചിലപ്പോൾ ഈശോയെ വിശ്വസിച്ച ആളുകളുള്ളത് ഗലീലയിലാണ്, ജെറുസലേമിലല്ല. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കർത്താവ് പറയുകയാണ്, ഉത്ഥാനത്തിന് ശേഷം ഞാൻ ഗലീലയിലേക്ക് പോകും. 29, പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. കണ്ടോ, ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞാണ്.
അല്ലെങ്കിൽ ഒരു കള്ളത്തരം പറഞ്ഞല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് ഞാൻ ചെയ്യില്ല. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവകാശവാദം ഈ ജഡത്തിന് ഉന്നയിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പം ജഡത്തിൽ നമ്മളിപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത് എന്താണ്? മോഡിഫിക്കേഷൻസാണ്. മാനസാന്തരം എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ ജഡത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. എന്താണ്? നമ്മൾ 5 പേർക്കുള്ള ഭക്ഷണം എടുത്തു വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാൾ വന്ന് അത് മുഴുവൻ തിന്ന് തീർക്കില്ല. തിന്നണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, അല്ലേ? ഒരു കഷണം മീനോട് എടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ എടുക്കില്ല. എന്താ കാര്യം? എടുക്കണമെന്നാണ് അകത്തുള്ളത്, പക്ഷെ എടുക്കില്ല. എന്താണ്? അതാണ് കൾച്ചർ, അതാണ് സംസ്കാരം, സിവിലൈസേഷൻ, ഫോർമേഷൻ. അതുകൊണ്ട് നമ്മൾ എടുക്കില്ല. അപ്പോൾ എന്താണ്? ഈ ജഡത്തിൽ നിന്ന് എനിക്ക് ഒരു കഷണം മീൻ മതി എന്ന് ചിന്തിക്കാനൊന്നും ജഡത്തിന് പറ്റില്ല. ജഡത്തിന് ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജഡം അത് എടുക്കുന്നില്ല. എന്താ കാര്യം? എടുക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജഡം ഒരു മോഡിഫിക്കേഷൻ വരുത്തി വെച്ചിരിക്കുകയാണ്. ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പരുവപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നേ ഉള്ളൂ. ജഡം മാറിയിട്ടില്ല. ശരീരം പഴയത് തന്നെയാണ്. രൂപാന്തരപ്പെട്ട് അവൻ്റെ മഹത്വമേറിയ ശരീരം പോലെ രൂപാന്തരപ്പെടുന്നത് വരെ നമ്മൾ പഴയ ആളുകൾ തന്നെയാണ്. അത്യാവശ്യം ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലേ? സെമിനറി ഫോർമേഷൻ, പിന്നെ മഠത്തിലെ ഫോർമേഷൻ, ഇതെല്ലാം ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പുറത്ത് ആത്യന്തികമായിട്ട് നമ്മൾ ജഡം തന്നെയാണ്. ആ ജഡത്തിന് ഒരിക്കലും ഈ അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. ഞാൻ ആരിടറിയാലും, സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരാണ് ചിലപ്പോൾ ആദ്യം ഇടറാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എന്ത് നമ്മളിത് പഠിപ്പിക്കുന്നറിയാം? ഇപ്പം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അത് കൃപ കൊണ്ട് മാത്രമാണ്. നമ്മൾ വീഴാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃപ കൊണ്ട് മാത്രമാണ്, അത് ജഡത്തിൻ്റെ ശക്തിയിലല്ല. ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. എന്ത് ബലം നമുക്കുണ്ടെങ്കിലും അതൊരു ഗ്രേസിൽ സംഭവിക്കുന്നതാണ്. ഒരാൾക്കും ഇപ്പോൾ ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയില്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ അങ്ങനെ ചെയ്തു എന്ന്. കാരണം അയാളുടെ ഇത്രയും നാളത്തെ ഹിസ്റ്ററി വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്ന് വരെ അയാൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പം എന്നും വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പെരുമാറുന്ന ഒരാളായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഇത് അൺബിലീവബിളാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അയാൾ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അയാളെന്നല്ല ആരും എന്തും ചെയ്യാം. കാരണം ആത്യന്തികമായിട്ട് ഇത് ജഡമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു അവകാശവാദവും ഞാൻ മരിക്കുന്നവരെ യേശുവിനെ തള്ളിപ്പറയില്ല, ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. കർത്താവേ, മരണം വരെ നിന്നെ ഒറ്റിക്കൊടുക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലെ അതിനെന്നെ സഹായിക്കണമെന്ന് പറയാം. ഒരിക്കലും ഈ ജഡത്തിൽ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ പാടില്ല. ഇപ്പോൾ എന്നെ കൊന്നെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മൾ പറയില്ലേ? പറയാൻ പറ്റില്ല. നാളെ നമ്മൾ ചെയ്തെന്ന് വരാം. മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പം നമ്മൾ 20ാമത്തെ വയസ്സിൽ ചിന്തിക്കുന്നവരാണോ 30ാമത്തെ വയസ്സിൽ ചിന്തിക്കുന്നത്? 30ാമത്തെ വയസ്സിൽ ചിന്തിക്കുന്നത് 40ാമത്തെ വയസ്സിൽ ചിന്തിക്കുന്നത് അല്ല. ആറ്റിറ്റ്യൂഡ് മാറാം. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ സ്വാഭാവിക ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജഡം സംസാരിക്കുകയാണ്, ഞാൻ ചെയ്യില്ല, ആരിടറിയാലും ഞാൻ ഇടറില്ല. കർത്താവ് പറഞ്ഞു, അതേ നോക്കിയോ, ഇന്ന് എന്ത് കൃത്യമായിട്ടാണ് ഈശോ പറയുന്നത്. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ തന്നെ. ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് സമയമാണ്? ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് സമയമാണ്? ഞാൻ പറഞ്ഞിരുന്നു, അതായത് യേശുവിടെ പീഡാനുഭവം നടക്കുന്ന ഒരു പ്രത്യേക ക്രമത്തിലാണ്. എന്താണ്? യജമാനൻ വരുന്നത് എപ്പോഴാണ്? സന്ധ്യയ്ക്കോ, അർദ്ധരാത്രിയിലോ, കോഴി കൂവുമ്പോഴോ, പുലർച്ചയിലോ. ഈ 4 സമയം നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പം കഴിഞ്ഞത് ഏത് സമയമാണ്? സന്ധ്യയായപ്പോൾ അവൻ അത്താഴത്തിനിരുന്നു. ഇപ്പം സന്ധ്യ കഴിഞ്ഞു, അല്ലേ? 6 മുതൽ 9 വരെയുള്ള സമയം കഴിഞ്ഞു. എന്നിട്ട് 9 മുതൽ 12 വരെയുള്ള സമയം തുടങ്ങി. അടുത്ത ആ സെക്ഷൻ തുടങ്ങി. 2ാമത്തെ കാവൽ തുടങ്ങി. 2ാമത്തെ ഷിഫ്റ്റിൽ പട്ടാളക്കാർ ജോലിക്ക് പ്രവേശിച്ചു. ഇപ്പം 9 o'clock കഴിഞ്ഞു. ഇപ്പം 9 to 12 ആണ് ഇപ്പോഴത്തെ സമയം. കർത്താവ് പറയുകയാണ്,
12 മണിക്കും 3 മണിക്കും ഇടയിൽ, ഇപ്പം സമയം രാത്രി 9 ഈശോ പറയുകയാണ്, വായിച്ചേ, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 2 പ്രാവശ്യം കൂവുക, 3, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഴി കൂവുക എന്ന് പറഞ്ഞാൽ ഓരോ ഷിഫ്റ്റും കഴിയുമ്പോൾ ഉള്ള ബ്യൂകൾ ഊതുന്നതിനാണ് കോഴി കൂവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ തന്നെ, ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രി തുടങ്ങി 9 o'clock to 12 o'clock വാച്ച് ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഈ ഷിഫ്റ്റിലെ കാവൽക്കാർ മാറി 12 മുതൽ 3 വരെയുള്ള അടുത്ത കാവൽക്കാർ വരുന്നതിന് ആ ഗ്യാപ്പുണ്ടല്ലോ, 12നും 3 മണിക്കും ഇടയിൽ നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. എന്ന് പറഞ്ഞാൽ 12 മണിക്ക് 1 മണിക്കും ഇടയിൽ തള്ളിപ്പറയും, 1 മണിക്കും 2 മണിക്കും ഇടയിൽ തള്ളിപ്പറയും, 2 മണിക്കും 3 മണിക്കും ഇടയിൽ തള്ളിപ്പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നീ 3 പ്രാവശ്യം എന്നെ നിഷേധിച്ച് പറയും. ഇപ്പം ഇന്ന് ഈ രാത്രിയിൽ അവൻ തറപ്പിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജഡം തറപ്പിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ഇതിനൊന്നും നമ്മൾ ചെറുതായിട്ട് കാണണ്ട. ഇതൊക്കെ അവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും പറഞ്ഞതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ തള്ളിപ്പറയണമെന്നോ നിഷേധിക്കണമെന്നോ ഒന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്നില്ല. നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാമെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജഡത്തിലെ ഒരു അവകാശവാദത്തിനും നമ്മൾ വില കൊടുക്കാൻ പാടില്ല, ഒരിക്കലും. അതാണ് ഈശോ ഈ നമ്മുടെ ആ ജഡത്തെക്കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈശോ ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. ഉദാഹരണത്തിന്, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? മക്കളെ സ്നേഹിക്കുന്ന നല്ല അപ്പന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരെക്കുറിച്ച് പരാമർശിക്കേണ്ടി വന്നപ്പോൾ കർത്താവ് ഈശോ മിശിഹ അവരെ പരാമർശിക്കാൻ ഉപയോഗിച്ച വാക്ക് എന്താ? ദുഷ്ടർ. ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെയൊക്കെ വീട്ടിലെ അപ്പനമ്മമാരെ പോലെയുള്ള സാധാരണക്കാരായ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണ്, ദുഷ്ടരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഈ ജഡത്തിൽ തിന്മയേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഭക്തരായിട്ട് അഭിനയിക്കണ്ട. ഈ ക്രിസ്ത്യാനിറ്റി ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ ഒരു സന്ദേശം എന്തെന്നറിയാം? നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണെന്ന് സമ്മതിക്കൂ. ഏച്ചുകെട്ടലുകളും ആവരണങ്ങളും ഇല്ലാതെ ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ച് ശരിക്കും ആദം നീ നഗ്നനാണെന്ന് സമ്മതിക്കൂ. ഈ അത്തിയില കൊണ്ട് നിന്റെ നഗ്നത മറയ്ക്കുക എന്ന കാപട്യത്തിൽ നിന്ന് പുറത്തു വരൂ. കർത്താവേ, ഞാൻ നഗ്നനാണ് എന്ന് പറയൂ. അതാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ വിശുദ്ധൻ. അയാൾ അനുവർത്തിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതിനെയൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് ചുങ്കക്കാരൻ ഞാൻ പാപിയാണേ എന്നിൽ കനിയണേ എന്ന് പറയുമ്പോൾ ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സുവിശേഷമാണിത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ എൻവയോൺമെൻറ്റിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? നമ്മുടെ അവസ്ഥയെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അനാവശ്യ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ലവരാണെന്ന് ഭാവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതാണ്. ആരുടെ മുമ്പിലാണ്? മനുഷ്യരെ പറ്റിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഈ സത്യസന്ധതയാണ് നമ്മളെ നീതീകരിക്കുന്നത്. എപ്പോഴും ഓർത്തിരിക്കണം. ഫരിസേയിസത്തിനും ലീഗലിസത്തിനും ഒരിക്കലും സുവിശേഷം അനുഭവിക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താ? അവർ നല്ലവരാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, അനേകം പേർ, അവൻ ജെറുസലേമിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട അനേകം പേർ അവനിൽ വിശ്വസിച്ചു. യേശു ആവട്ടെ അവരിൽ വിശ്വസിച്ചില്ല. കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവന് അറിയാമായിരുന്നു. മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ നല്ലവരല്ല എന്ന് അംഗീകരിക്കണം. നല്ലവരല്ല, ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. മനസ്സിലല്ലേ? ചില കാര്യങ്ങളിൽ ഓക്കെ നമ്മൾ നല്ലതാണ് എന്ന് ഓക്കെ കാണപ്പെടുന്നു, എന്നാൽ എല്ലാ കാര്യത്തിലും അങ്ങനല്ല. മനസ്സിലായില്ലേ? നമ്മൾ നല്ലവരല്ല എന്ന് മനസ്സിലാക്കാൻ എന്താ, പ്രവൃത്തികളെ അല്ല നോക്കേണ്ടത്, ചിന്തകളെ നോക്കണം.
ഇപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരു സ്ക്രീനിൽ എപ്പോഴും ഇങ്ങനെ, ഇപ്പോൾ ഈ ഇവിടെ വചനം ഇങ്ങനെ 24 മണിക്കൂറും പ്ലേ ചെയ്യുന്ന പോലെ ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും, ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ സ്ക്രീനുണ്ട്. അവരിപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞു വന്നാൽ ആരും പിന്നെ ആരുടെ അടുത്ത് പോവില്ല. എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാവും. അപ്പം നമ്മൾ എടുത്തണിഞ്ഞ ആടയാഭരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നല്ലവരെ കാണപ്പെട്ടത്. സാരമില്ല, നമുക്ക് ജീവിക്കാൻ അതൊക്കെ വേണം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അതൊന്നും പറ്റാം. ആ വേലയും ആ വിളച്ചിലും ദൈവത്തിന് മുമ്പിൽ നടക്കില്ല. അതാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ. ദൈവത്തിന് മുമ്പിൽ അതാവ് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്, എൻ്റെ മനസ്സിൽ വരുന്നത് ഇതാണ്. മനസ്സിലായോ? ഇതെല്ലാം എവിടെയാണ് നമ്മൾ തുറന്നു പറയുന്നത്? കുമ്പസാരത്തിൽ. ഇതെല്ലാം നമ്മൾ ഇതാണ് ഞാൻ. മനുഷ്യർ ഞാൻ ഒരു നല്ലവനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനല്ല, ഇതാണ് ഞാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ അങ്ങനെ പറയരുത്. ഇന്ന് ഈ രാത്രിയിൽ, അടുത്ത മോമെൻറ്റിൽ, അടുത്ത മണിക്കൂറിൽ 1 അല്ല 3 തവണ നീ എന്നെ തള്ളിപ്പറയും പത്രോസേ. അവൻ തറപ്പിച്ച് പറഞ്ഞു, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.